ഹലോ പോസിറ്റീവ് സോൾസ്, വെൽക്കം ടു സ്പിരിച്വൽ ഹീലിംഗ് ഡയറക്ട്സ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വ്യത്യസ്തമായിട്ടുള്ള ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കാനാണ് വന്നിരിക്കുന്നത്. നമ്മൾ ടോയ്സ് റിംഗ് അഥവാ ആമ മോതിരം, നമ്മൾ ആ ഒരു മോതിരത്തിൻ്റെ അതിനെക്കുറിച്ചിട്ടൊരു വീഡിയോ ചെയ്യാനായിട്ട് ധ്വനി ആണ് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നത്. തോന്നുന്നു പേര് കറക്റ്റ് അല്ലെങ്കിൽ ക്ഷമിക്കുക. എന്തായാലും നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. അധികം ഈ ഒരു കാര്യത്തിൽ നമ്മൾ പറയുകയാണെങ്കിൽ ഈ ഒരു മോതിരത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. ജീവിതത്തിൽ സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ ഒരു മോതിരം ഉപയോഗിക്കുന്നത്. രണ്ട് തരത്തിൽ നമ്മളിപ്പോൾ പറയാം. ഇപ്പൊ നമ്മൾ ഓരോരുത്തരുടെയും ഒരു പ്രത്യേക വിശ്വാസങ്ങൾ, സ്റ്റൈൽ, അല്ലെങ്കിൽ നമ്മളിപ്പോൾ അസ്ട്രോളജി പ്രകാരം, ജ്യോതിഷ പ്രകാരം, ഹിന്ദു അല്ലെങ്കിൽ വേദിക് അസ്ട്രോളജി ബേസിസിൽ ചെയ്യുന്ന കാര്യങ്ങളും രീതികളും വ്യത്യാസമുണ്ട്. ഫെങ്ഷി പ്രകാരവും ചെയ്യുന്ന കാര്യങ്ങളിൽ വ്യത്യാസം, അതുപോലെ തന്നെ വെസ്റ്റേൺ അസ്ട്രോളജിയിൽ വ്യത്യാസമുണ്ട്. നമ്മൾ ഇപ്പോൾ പറയാൻ പോകുന്ന കാര്യങ്ങൾ, നമ്മൾ ഈ ഒരു മോതിരം ആദ്യം തന്നെ, നിങ്ങൾ ഈ മോതിരം ഏത് വിരലിലാണ് അണിയേണ്ടത് എന്നുള്ള ഒരു ചോദ്യം ആദ്യം തന്നെ നമ്മൾ പറയുകയാണെങ്കിൽ, നമുക്ക് രണ്ട് വിരലിൽ, ആദ്യത്തെ വിരലിൽ ഈ ഒരു വിരലിൽ, നമ്മളുടെ ചൂണ്ടാണി വിരലിൽ അണിയാവുന്നതാണ്. അതല്ല എങ്കിൽ ഈ ഒരു വിരൽ, രണ്ട് വിരലിലാണ് നമ്മൾ കൂടുതലായിട്ടും ഈ ഹിന്ദു ഇതുമായിട്ട് അല്ലെങ്കിൽ വേദിക് അസ്ട്രോളജി ബേസിസിൽ നമ്മൾ പറയുകയാണെങ്കിൽ രണ്ട് വിരലുകളിൽ പറയാം. ഫെങ്ഷുയി ബേസിസിലും നമ്മൾ അങ്ങനെ പറയുന്നുണ്ട്. എന്നിരുന്നാലും നിങ്ങളിനി മറ്റേതെങ്കിലും വിരലിലാണ് ഇത് അണിയുന്നതെങ്കിലും ദോഷം എന്നുള്ള രീതിയിൽ ഒന്നും തന്നെ ഇല്ല. പക്ഷെ കൂടുതലായിട്ട് നമ്മൾ എപ്പോഴും നോക്കുന്ന ഏറ്റവും ഫലപ്രദമായിട്ട് എവിടെയാണ് എന്നുള്ളതാണ്. അത് ഈ ഒരു വിരലിലോ അല്ലെങ്കിൽ ഈ ഒരു വിരലിലാണ് നമ്മൾ അണിയേണ്ടത് ഈ ഒരു മോതിരം വാങ്ങിച്ചു കഴിഞ്ഞാൽ. പിന്നെ അസ്ട്രോളജി ബേസിസിൽ നമ്മൾ പറയാം, വേദിക് അസ്ട്രോളജി സംബന്ധമായിട്ട് പറയുകയാണെങ്കിൽ, നമുക്ക് ഈ മോതിരം ധരിക്കേണ്ടതും ധരിക്കേണ്ടാത്തതുമായിട്ടുള്ള ആളുകൾ, അല്ലെങ്കിൽ സ്വർണത്തിൽ ധരിക്കേണ്ടത്, വെള്ളിയിൽ ധരിക്കേണ്ടത് എന്നൊക്കെ പറയുന്ന രീതികളുണ്ട്. അത് നിങ്ങൾ കൂടുതലായിട്ട് അതിനെക്കുറിച്ചിട്ട് അസ്ട്രോളജി ബേസിസിൽ നോക്കി ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർ നോക്കിയതിനു ശേഷം അന്വേഷിച്ചിട്ട് ഇടാവുന്നതാണ്. ഇത് നമ്മൾ ജനറൽ ആയിട്ട് എല്ലാവർക്കും വേണ്ടി പറയുന്നതാണ്. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, അസ്ട്രോളജി, വേദിക് അസ്ട്രോളജി ബേസിസിൽ ഇപ്പോൾ നമ്മൾ സൺ ജൂപ്പിറ്ററിന്റെ കൺജങ്ഷൻ നടക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ ഗ്രഹസ്ഥാനത്തിന്റെ അടിസ്ഥാനത്തിൽ സൂര്യന്റെയും വ്യാഴത്തിന്റെയും ദശയും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് എന്നതിനനുസരിച്ചിട്ട് വ്യത്യാസം ഉള്ള ചില ആളുകൾക്ക് അതായത് സ്വർണത്തിൽ വേണം ഇടാൻ, അല്ലെങ്കിൽ മറ്റു ചിലർക്ക് വെള്ളിയിൽ വേണം എന്നൊക്കെ നമ്മൾ ആസ്ട്രോളജി ബേസിസിൽ പറയുന്നുണ്ട്. ഇപ്പൊ ഫെങ്ഷി ബേസിസിലാണ് നമ്മൾ ആസ്ട്രോളജി രീതിയിലല്ല, മറിച്ച് ഇന്ന വിരലിൽ ഏതില് എന്നുള്ള രീതിയിൽ ഇടുന്നതായിരിക്കും. പിന്നെ ഇത് നമ്മൾ വെള്ളിയാഴ്ച ദിവസമാണ് ഇടേണ്ടത്. വെള്ളിയാഴ്ച ദിവസം വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ്. വെള്ളിയാഴ്ച ദിവസമാണ് നമ്മളിത് വിരലിൽ അണിയേണ്ടുന്ന ദിവസം എന്നുള്ളത്. അതുപോലെ തന്നെ നമ്മൾ ഇതുപോലെയുള്ള ഏതെങ്കിലും മോതിരങ്ങൾ വാങ്ങിക്കുമ്പോൾ നമ്മൾ എന്തായാലും ക്രിസ്റ്റൽസ് ആയാലും കാര്യങ്ങളൊക്കെ നമ്മൾ വാങ്ങിക്കുമ്പോൾ എപ്പോഴും നമ്മളത് ക്ലെൻസ് ചെയ്തിട്ടാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. പല കാര്യങ്ങളും പല കൈ മറിഞ്ഞു വരുന്നതും പല പല ദോഷങ്ങൾ പല രീതിയിൽ വരുന്നതാണ്. അപ്പോൾ നമ്മുടെ കൈകളിലേക്ക് എത്തുമ്പോൾ നമ്മൾ ക്ലെൻസ് ചെയ്യാം. ക്ലെൻസ് ചെയ്യാന്ന് പറഞ്ഞാൽ അത് ശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന പാൽ ഉപയോഗിക്കാം, അല്ലെങ്കിൽ അരി ഉപയോഗിക്കാം. പാലില് അല്ലെങ്കിൽ അരിയില് നിങ്ങൾ ഇട്ട് വെച്ചതിന് ശേഷം, അതായത് വെള്ളിയാഴ്ച ദിവസമാണ് ഇത് ചെയ്യേണ്ടത്, ഇട്ട് വെച്ചതിന് ശേഷം നിങ്ങൾക്ക് അത് ഉപയോഗിക്കാവുന്നതാണ്. ഇനി തിരക്കുള്ളവരാണെങ്കിൽ അന്ന് തന്നെ വാങ്ങിച്ച് രാവിലെ ഇട്ടിട്ട് വൈകുന്നേരം ഉപയോഗിക്കാം. അല്ല എങ്കിൽ ഈ വെള്ളിയാഴ്ച നിങ്ങളത് പാലിലോ അല്ലെങ്കിൽ അരിയിലോ ഇട്ട് വെച്ചതിനു ശേഷം, ക്ലെൻസ് ചെയ്തതിനു ശേഷം നിങ്ങൾക്കത് ഉപയോഗിക്കാവുന്നതാണ്. അടുത്ത വെള്ളിയാഴ്ചയിലേക്ക് നിങ്ങൾക്കത് വിരലിൽ അണിയാവുന്നതാണ്. പിന്നെ നമ്മൾ പറയുമല്ലോ, ഇപ്പോൾ ഫെങ്ഷി ബേസിസ് ആണെങ്കിൽ അതിൽ വെജിറ്റേറിയൻ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വരാത്തത് കൊണ്ട് തന്നെ നമുക്കിത് എപ്പോഴും കയ്യിൽ അണിയാവുന്നതാണ്. പക്ഷെ വേദിക് അസ്ട്രോളജി വിശ്വാസമുള്ള ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ഇത് അണിയേണ്ടത് നമ്മളിപ്പോൾ രുദ്രാക്ഷം അണിയുന്നവരെ പറയാറുള്ള പോലെ ഇങ്ങനെ ചില പ്രത്യേക സമയങ്ങളും സാഹചര്യങ്ങളും അത് ഉപയോഗിച്ചു കൂടാ എന്ന് പറയുന്നുണ്ട്. അതിലൊന്ന്, നമ്മളിപ്പോൾ മോതിരവിരലിൽ അല്ലെങ്കിൽ ഏത് വിരലിലാണ് ഇടുന്നതെങ്കിലും വലത് കൈയിലാണെങ്കിൽ ഭക്ഷണം കഴിക്കുന്ന നോൺ വെജ് കഴിക്കുന്നവരാണ് എങ്കിൽ മോതിരം ആ സമയത്ത് ഇടാൻ പാടില്ല എന്നുള്ളത്. നോൺ വെജ് ഉപയോഗിക്കുമ്പോൾ അത് മാറ്റി വയ്ക്കുക എന്നുള്ളതാണ്. അതേപോലെ മറ്റു കാര്യങ്ങൾ, ഇപ്പോൾ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ അല്ലെങ്കിൽ ചില സിറ്റുവേഷനിൽ നമ്മൾ നെഗറ്റീവായിട്ട് നമ്മൾ വേദിക് അസ്ട്രോളജി
അസ്ട്രോളജിയിൽ കാണുന്ന സാഹചര്യങ്ങളുണ്ടല്ലോ, ആ സമയത്ത് മോതിരം ഊരി വെക്കണം എന്ന് പറയുന്നുണ്ട്. ഇനി നിങ്ങൾ ഫ്രണ്ട്ഷിപ്പ് പ്രകാരമുണ്ട് എങ്കിൽ ഇതുപോലുള്ള കാര്യങ്ങളിലൊന്നും അത് നോക്കുന്നില്ല, മറിച്ച് നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത്, ഇപ്പോൾ മോതിരം നിങ്ങൾ ഇടുമ്പോൾ എങ്ങനെ ഇടണം എന്നുള്ളത്. അപ്പോൾ ആമയുടേതായിട്ടുള്ളൊരു രൂപത്തിലാണ് ഈ ഒരു മോതിരം ഉള്ളത്, അതിനെക്കുറിച്ച് അറിയാത്തവരാണെങ്കിൽ. പിന്നെ ഈ ഒരു മോതിരത്തില് ആമയുടെ തല ഈ ഭാഗത്തേക്കാണ്, അതായത് നിങ്ങളുടെ കൈവിരലിന്റെ ഈ ഭാഗത്തേക്കാണ് വരേണ്ടത്, ഇങ്ങോട്ടേക്കല്ല വരേണ്ടത്. വാൽഭാഗം ഇങ്ങോട്ടേക്കും തലഭാഗം ഇങ്ങോട്ടേക്കും എന്നുള്ള രീതിയിലാണ് വരേണ്ടത്. നിങ്ങളെ നോക്കുന്ന, അതായത് ഇങ്ങനെ വയ്ക്കുമ്പോൾ ഈ ഭാഗത്തായിട്ട് തലഭാഗം വരുന്ന രീതിയിലായിരിക്കണം നിങ്ങൾ ആ ഒരു മോതിരം ഇടേണ്ടത്. കാരണം എങ്കിൽ മാത്രമാണ് ആ ഒരു ഐശ്വര്യവും സമൃദ്ധിയും എല്ലാം നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളത് പറയുന്നത്. അങ്ങനെ ഇടാം. അതേപോലെ ഇത് വെള്ളിയിലോ സ്വർണത്തിലോ തന്നെ ഇടണമെന്നോ എന്നൊരു ചോദ്യം നിങ്ങളുടെ മനസ്സിൽ വരുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് അതിനനുസരിച്ച് സാമ്പത്തിക സ്ഥിതി ഇല്ല എങ്കിൽ അതിന്റെ ഒരു ആവശ്യവുമില്ല. നിങ്ങൾക്ക് പിച്ചുള്ള ഏത് ലോഹത്തിലും, എന്ത് തരം ലോഹത്തിലും, വളരെ വില കുറഞ്ഞ ലോഹത്തിലാണെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. സ്വർണം വെള്ളിയൊക്കെ തന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. നിങ്ങൾ ഏത് ലോഹത്തിലും അത് ഉപയോഗിക്കാവുന്നതാണ്. എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള പ്രാധാന്യവും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷെ അത് നിങ്ങളുടെ വിശ്വാസം അനുസരിച്ചിട്ടാണ്. ഇപ്പോൾ നിങ്ങൾ ഉറച്ച വിശ്വാസത്തോട് കൂടിയിട്ട് എന്ത് ചെയ്താലും അത് സാധ്യമാകുന്നുണ്ട്. അപ്പോൾ അതാണ് ലോഹവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് പറയാനുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു മോതിരവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് പറയാനുള്ളത്. പിന്നെ ആമയാണ് നമുക്കറിയാം, ഏറ്റവും ആയുസ് കൂടുതലുള്ള ജീവിയാണ് ആമ എന്ന് പറയുന്നത്. ഏറ്റവും കൂടുതൽ ആയുസ്സുള്ള ജീവി ആമയാണ്. അപ്പോൾ ഇത് സൂചിപ്പിക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ എന്നേക്കുമായിട്ട് ഐശ്വര്യം നിലനിൽക്കാൻ. ഒരു ആമയേക്കാൾ എന്തായാലും നിങ്ങൾ ജീവിക്കാൻ സാധ്യതയില്ലല്ലോ, കാരണം അത്രയും ആയുസാണ് ആമയ്ക്കുള്ളത്. ഒരു മനുഷ്യനൊരിക്കലും ആമയെ തോൽപ്പിക്കാൻ കഴിയില്ല ആ ഒരു കാര്യത്തിൽ. മറ്റെന്ത് കാര്യത്തിൽ ആമയെ തോൽപ്പിച്ചാലും വേറൊരു ജീവിക്കും ഈ ഒരു കാര്യത്തിൽ ആമയെ തോൽപ്പിക്കാൻ കഴിയില്ല എന്നുള്ളതും നമ്മുടെ വേദിക് ഇതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് പറയുകയാണെങ്കിൽ, ആമ എന്ന് പറയുന്നത് കൂർമാവതാരവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണ്. കൂർമ്മം അല്ലെങ്കിൽ ആമ എന്ന് പറയുന്നത് നമ്മൾ സമുദ്ര മഥനം അല്ലെങ്കിൽ പാലാഴി മഥന സമയത്ത് ഒരു സ്ട്രോങ് ഹോൾഡ്, ഒരു ഫൗണ്ടേഷന് വേണ്ടിയിട്ട് ആമ അല്ലെങ്കിൽ കൂർമ്മത്തിന്റെ അവതാരം എടുത്താണ് മഹാവിഷ്ണു വന്നിട്ടുള്ളതെന്ന് പറയുന്നു. കാരണം അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഫൗണ്ടേഷൻ എന്നുള്ള രീതിയിൽ വരുമ്പോൾ ആദ്യം മനസ്സിൽ വന്ന ആ ഒരു ജീവി ആമയായതുകൊണ്ടാണ് അവിടെ ആമ പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഒരു സ്ട്രോങ് ഫൗണ്ടേഷൻ, ജീവിതം കെട്ടിപ്പടുക്കാൻ പറ്റുന്നതിന്റെ ഒരു സ്ട്രോങ് ഫൗണ്ടേഷനുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടും ഈ ആമ എന്ന് പറയുന്ന അല്ലെങ്കിൽ കൂർമ്മത്തിന് പ്രാധാന്യമുള്ളത് കൊണ്ട് ഈ മോതിരം വളരെ അധികം നിങ്ങൾക്ക് ഉപയോഗപ്പെടുന്നുണ്ട്. ഇതിൽ വിശ്വസിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾക്കത് ഒരെണ്ണം വാങ്ങിച്ചു കയ്യിൽ ഇടാവുന്നതാണ്. ഈ രണ്ടുപേരിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ ഒരു വിഷയം വന്നതുകൊണ്ട് ഞാൻ ഈ വിഷയത്തെക്കുറിച്ചൊന്ന് സംസാരിക്കാമെന്ന് വിചാരിച്ചു. നിങ്ങൾക്ക് ഉള്ള സംശയങ്ങളൊക്കെ ഇതിൽ തീർന്നു കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇനി കൂടുതൽ എന്തെങ്കിലും ചോദിക്കാനുണ്ട് എങ്കിൽ കമന്റ് സെക്ഷനിൽ പറയാം. അതിനെക്കുറിച്ചിട്ട് ഡൗട്ട് അറിയാൻ എന്തെങ്കിലും താല്പര്യമുണ്ട് എങ്കിൽ. ഓക്കെ, അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അതുപോലെ താഴെ ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുമെങ്കിൽ മാത്രമേ മുന്നോട്ടേക്കുള്ള വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഈ വീഡിയോ കണ്ടുന്ന എല്ലാവർക്കും ബിഗ് താങ്ക് യു.